മുസ്ലിംസിലേക്ക് കഴിഞ്ഞ ആഴ്ച വന്ന് അത് മാൻ്റെ ഒരു വോട്ട് നടത്തുക. ഇന്ന് നോക്കുമ്പോൾ അത് കുറിഞ്ഞ് ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ ഒരു രോഗവുമില്ല. പ്രിയമുള്ളവേ, എൻ്റെ അടുത്ത് വന്നിട്ട് പോകുന്നതിന് വീട്ടിൽ ചെല്ലുമ്പോൾ അടയാളം നടക്കും, അത്ഭുതം നടക്കും. അവിടെ ഉറക്ക വായിച്ചു. നിങ്ങളുടെ ഒന്നോട് ഞാൻ പറയുകയാണ്, എൻ്റെ തൊണ്ട ഉണങ്ങി കേട്ടോ. നിങ്ങൾ രക്ഷിക്കാനാണ് പറയണത്, നിങ്ങൾ രക്ഷപ്പെടാനാണ് പറയണത്. നിങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ ചെല്ലുമ്പോഴത്തേനും കയറി നിറങ്ങണം. അങ്ങോട്ട് വലിയ അഭിഷേകം ഉണ്ടാവും നിങ്ങളുടെ കുടുംബത്തില്. അടുത്ത ആഴ്ച സാക്ഷ്യം പറയണം നിങ്ങൾ. അതിന് വെറുതെ കേട്ടിട്ട് പോകല്ലേ. ആ പുസ്തകം നല്ലോണം നിങ്ങളുടെ കുടുംബത്തിലെ പരിശുദ്ധാത്മാവ് നിറച്ച് യേശു തന്നേക്കിന് ഒരേ രക്ഷയുള്ളൂ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാമെന്ന് ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കൊള്ളുക. അവരെല്ലാ കാര്യം പഠിപ്പിച്ചോളും, നമുക്ക് വേണ്ടി വാദിച്ചോളും, നമുക്ക് വേണ്ടി പണിയെടുത്തോളും. പുറകെ പോയാൽ മതി. ഒരുമിച്ച് വായിക്കാം. പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ. ഓ എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ ശിരസിൽ ആവസിച്ച് എന്റെ ശിരസിനെ അങ്ങയുടെ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്താലും. ഓ സ്നേഹത്തിനരൂപിയെ, എന്റെ നെറ്റിത്തടത്തിൽ ആവസിച്ച് എന്റെ നെറ്റിയിൽ പിതാവിന്റെയും ഈശോയുടെയും തിരുനാമങ്ങൾ ആലേഖനം ചെയ്താലും. ഓ സ്തുതിയുടെ ആത്മാവേ, എന്റെ അതരങ്ങളിൽ ആവസിച്ച് എന്റെ അതരങ്ങളെ ദൈവസ്തുതികൾ ആലപിക്കുവാൻ പ്രാപ്തനാക്കിയാലും. എന്റെ അതരങ്ങളാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുമ്പോൾ അങ്ങ് രക്ഷിച്ച എന്റെ ആത്മാവ് ആനന്ദത്താൽ ആർപ്പ് വിളിക്കട്ടെ. ഓ ജീവന്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, എന്റെ നാവിൽ ആവസിച്ച് രാവും പകലും എന്റെ നാവ് അങ്ങയുടെ സ്തുതികൾ പാടാൻ, നീതി ഘോഷിക്കാൻ, ദൈവവചനം പ്രകീർത്തിക്കുവാൻ എന്റെ നാവിനെ സ്വതന്ത്രമാക്കണമേ. ഓ എല്ലാം കാണുന്ന പാവനാത്മാവേ, എന്റെ കണ്ണുകളിൽ ആവസിച്ച് എന്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചാലും. ഓ സമസ്തവും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്റെ മുഖത്ത് ആവസിച്ച് ദൈവം എന്നോട് മുഖാഭിമുഖം സംസാരിക്കുന്ന അനുഭവം തന്നാലും. കർത്താവിന്റെ മുഖം എന്റെ മുഖത്ത് പ്രകാശിക്കുമ്പോൾ എന്റെ മുഖം പ്രശോഭിതമാകട്ടെ. ഓ എല്ലാം കേൾക്കുന്ന പരിശുദ്ധാത്മാവേ, എന്റെ ചെവികളിൽ ആവസിച്ച് പ്രഭാതം തോറും വചന ശ്രവണത്തിനായി എന്റെ ചെവികളെ ഉണർത്തിയാലും. ുള്ള ആത്മാവേ, എന്റെ കഴുത്തിൽ ആവസിച്ച് എന്റെ കഴുത്തിൽ അങ്ങയുടെ വിജ്ഞാനത്തിന്റെ ചങ്ങല അണിയിച്ചാലും. ഓ സംസ്കൃതത്തിന്റെ അരൂപിയെ, എന്റെ വക്ഷസിൽ ആവസിച്ച് എന്റെ വക്ഷസിൽ ഞാൻ അനുഭവിക്കുവാൻ ഇടയാക്കിയാലും. ആത്മാവേ, എന്റെ ഹൃദയത്തിൽ ആവസിച്ച് എന്റെ ഹൃദയത്തെ ദൈവസ്നേഹത്താൽ പൂരിതമാക്കിയാലും. ഓ ജീതാതാവായ പരിശുദ്ധാത്മാവേ, എന്റെ നാസാരന്ധ്രങ്ങളിലും ശ്വാസത്തിലും ശ്വാസകോശങ്ങളിലും ആവസിച്ച് എന്നെ ദൈവിക നിശ്വാസത്താൽ ജീവിപ്പിക്കണമേ. ഉദ്ധിതനായ വിശ്വാസത്താൽ പരിശുദ്ധാത്മാവേ, അങ്ങനെ പൂർണ്ണമായി നിറഞ്ഞെന്നെ രൂപാന്തരപ്പെടുത്തിയാലും. പരിശുദ്ധിയുടെ ആത്മാവേ, എന്റെ ലൈംഗികതയിലും ലൈംഗിക അവയവങ്ങളിലും ആവസിച്ച് എന്റെ ലൈംഗിക മേഖലയെ പൂർണ്ണമായി വിശുദ്ധീകരിച്ചാലും. സദാപ്രവർത്തന നിരതയായ പരിശുദ്ധാത്മാവേ, എന്റെ കരങ്ങളിൽ ആവസിച്ച് ഈശോ എന്റെ കരം ശ്രവിക്കുന്ന അനുഭവം എനിക്ക് നൽകിയാലും. ഓ പരിപൂർണ്ണ ആത്മാവേ, എന്റെ പാദം കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ നടന്ന് പരിപൂർണനാകുവാൻ എന്നെ അനുഗ്രഹിച്ചാലും. കർത്താവിന്റെ വചനങ്ങൾ എന്റെ പാദങ്ങൾക്ക് ദീപമാകട്ടെ. ഓ സമസ്തവും പൂർണ്ണതയായി സ്വന്തമായി അരൂപിയെ, എന്റെ ശരീരത്തിൽ ആകമാനം ആവസിച്ച് എന്റെ ശരീരത്തെ അങ്ങയുടെ ആലയമാക്കി മാറ്റണമേ. എന്റെ ശരീരത്തെ സജീവവും വിശുദ്ധവുമായ ബലിയായി ദൈവത്തിന് അർപ്പിച്ച് യഥാർത്ഥമായ ആരാധനയ്ക്കായി എന്റെ ശരീരത്തെ പ്രതിഷ്ഠിച്ചാലും. ഓ സൂക്ഷ്മവും നിർമ്മലവുമായ ആത്മാവേ, എന്റെ ബുദ്ധിയിൽ ആവസിച്ച് ഈശോയുടെ രഹസ്യത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ചയിൽ എന്റെ ബുദ്ധിയെ നിറച്ചാലും. ഓ ദൈവത്തിന്റെ ചിന്താധാരയായ ആത്മാവേ, എന്റെ ചിന്തകളിൽ ആവസിച്ച് ദൈവിക ചിന്തകളെ എന്റെ ചിന്തകളിൽ നിക്ഷേപിച്ചാലും. എന്റെ ചിന്തകളെ ഈശോയ്ക്ക് അടിയറ വയ്ക്കുവാൻ എന്നെ പഠിപ്പിച്ചാലും. ഓ ശക്തിപ്പെടുത്തുന്ന രൂപിയെ, എന്റെ മനസ്സിൽ ആവസിച്ച് എന്റെ മനസ്സിനെ ദൈവത്തിന്റെ മനസ്സിന് വഴങ്ങാൻ പ്രാപ്തനാക്കണമേ. എന്റെ മനസ്സിന്റെ നവീകരണത്താൽ ഞാൻ നല്ലതും പ്രീതിജനകമായതും പരിപൂർണമായതും വിവേചിച്ച് തിരഞ്ഞെടുക്കുവാനും സൃഷ്ടാവിന്റെ സാദൃശ്യത്തിൽ യഥാർത്ഥ നീതിയിലും വിശുദ്ധിയിലും എന്റെ മനസ്സിന്റെ ചൈതന്യം
നവീകരിക്കപ്പെടുവാൻ കൃപ ചെയ്താലും. ഓ എല്ലാം ദൈവിക ഉപദേഷ്ടായ പരിശുദ്ധാത്മാവേ, എന്റെ ഓർമ്മയിൽ ആവസിച്ച് ഈശോയുടെ വചനങ്ങളെ എന്റെ ഓർമ്മയിൽ നിക്ഷേപിച്ചാലും തക്ക സമയത്ത് അപ്തമായ വചനങ്ങൾ പറയുവാൻ എന്നെ അഭ്യസിപ്പിച്ചാലും. ഓ എല്ലാം അറിയുന്ന പരിശുദ്ധാത്മാവേ, എന്റെ ഉപബോധ മനസ്സിലും അബോധ മനസ്സിലും ആവസിച്ചാലും എന്റെ ആന്തരിക മേഖലയിൽ പൂർണ്ണമായി ആവസിച്ച് എന്റെ അന്തരംഗം മുഴുവൻ ശുദ്ധമാക്കി എന്റെ മുഴുവൻ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടി ഞാൻ ദൈവത്തെ സ്നേഹിക്കുവാൻ എന്നെ പ്രാപ്തരാക്കിയാലും. നിത്യതയുടെ ആത്മാവേ, എന്റെ മരണത്തിൽ ആവശ്യിച്ചാലും അങ്ങനെ മരണത്തിൽ ആവശ്യിച്ച് നിത്യ ജീവനിലേക്ക് എന്നെ ആനയിച്ചാലും എന്റെ മരണത്തിൽ ആവശ്യിച്ച് നിത്യ ജീവനിലേക്ക് എന്നെ ആവശ്യിച്ചാലും പരിശുദ്ധാത്മാവാ ദൈവമേ, പരിശുദ്ധാത്മാവാ ദൈവമേ, എന്റെ ശരീരത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് നിത്യജീവനിലേക്ക് എന്നെ നയിക്കണമേ. നിത്യജീവനിലേക്ക് എന്റെ ശരീരത്തിൽ ആവശ്യിച്ചാലും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പറഞ്ഞ് സ്നേഹത്തിന്റെ പൂർണ്ണമായ പരിശുദ്ധാത്മാവേ, എന്റെ സ്നേഹത്തിൽ ആവശ്യിച്ച് എന്റെ സ്നേഹത്തെ ക്ഷമയുള്ളതും ദയയുള്ളതും അസൂയയും ആത്മപ്രശംസയും അഹങ്കാരവും സ്വാർത്ഥതയും കോപവും ഉദ്യോഗവും ഇല്ലാത്തതും ആക്കി തീർത്ത് സത്യത്തിൽ സന്തോഷിക്കുവാനും വിശ്വാസത്തിൽ ശരണം പ്രാപിക്കുവാനും സജീവമാക്കുവാനും എനിക്ക് ശക്തി തരണമേ. കൈകളെടുത്ത് പൊതിച്ചവർ ഒറ്റത്തിൽ വിളിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ആരാധന 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 യേശുവേ യേശുവേ ആരാധന യേശുവേ ഈശോയാണ് നമ്മൾ നയിച്ചത്. ഈ ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന വലിയ ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. നല്ലവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടെ നമുക്ക് ചെല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിലോട്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിലുള്ള ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധി അമ്മയുടെ ബിംബ ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥിക്കാൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിലുള്ള ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പൂർണ്ണമായി വേളാങ്കണ്ണി മാതാവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഈശോയുടെ വലിയ സംരക്ഷണത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിലുള്ള ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്തുതിയായിരിക്കട്ടെ. പരസ്പര സമാധാനം കൊടുത്ത് സന്തോഷത്തോടെ പരസ്പര സമാധാനം കൊടുക്കുക. ആമേൻ. നമുക്ക് നിന്നുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു പാട്ട് പാടിയിട്ട് ഈശോയെ പാടി പ്രാർത്ഥിക്കാം. നമുക്ക് നിമിഷം
കരങ്ങളടിച്ച് എല്ലാവർക്കും അറിയുന്ന പാട്ട് തന്നെ നമുക്ക് പാടാം. എല്ലാവരും ഒരുമിച്ച് അഭിഷേകത്തോടെ പാടി പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചു വരുത്തുവാൻ പാടി പ്രാർത്ഥിക്കും. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പന്തക്കൊസ്ത നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പിന്മഴ പെയ്യണം മാലിന്യം മാറേണം നിജനമുണർന്നു ചെയ്തിടാൻ. പിന്മഴ പെയ്യണം മാലിന്യം മാറേണം നിജനമുണർന്നു ചെയ്തിടാൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദിയൊഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദിയൊഴുകാൻ. നീന്തിയിട്ടില്ലാതെ കടപ്പാൻ വയ്യാത്ത നീരൊഴുവയിന്ന് തുറക്കണത. നീന്തിയിട്ടില്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുളവയെന്ന് തുറക്കണത. കൊന്തക്കൊസ്തനാളിൽ പൊന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ പെയ്യാം. പിന്മഴ പെയ്യണം മാലിന്യം മാറേണം നിജനമുണർന്നു വേല ചെയ്തിടാൻ. പിന്മഴ പെയ്യണം മാലിന്യം മാറേണം നിജനമുണർന്നു വേല ചെയ്തിടാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകണം നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകണം നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. കൊന്തക്കൊത്ത നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പിന്മഴ പെയ്യണം മാലിന്യം മാറേണം നിജനമുണർന്നു വേല ചെയ്തിടാൻ. പിന്മഴ പെയ്യണം മാലിന്യം മാറേണം നിജനമുണർന്നു വേല ചെയ്തിടാൻ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. ആറ്റുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം. ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. ആറ്റുപാടി സ്തുതിക്കാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. പന്തക്കൊസ്ത നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ പെയ്യാം. പിന്മഴ പെയ്യണം മാലിന്യം മാറേണം നിജനമുണർന്നു വേല ചെയ്തിടാൻ. പിന്മഴ പെയ്യണം മാലിന്യം മാറേണം നിജനമുണർന്നു വേല ചെയ്തിടാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. എല്ലാ വൈദ്യുതിയോടും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വചനങ്ങളോടും ആ വലിയ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാ
അയക്കണമേ. യേശുവേ യേശുവേ നന്ദി ഈശോയെ. പരിശുദ്ധ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ യേശുവേ പിതാവിനെ ചേർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന ആരാധന ആരാധന. അപ്പോസ്തലന്മാരെ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ വിശുദ്ധരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 എല്ലാ മാലാഖമാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രധാന മാലാഖമാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ യേശുവേ നന്ദി നന്ദി. ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. വിശുദ്ധ മിഖായേൽ, വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ റഫായേൽ എല്ലാ പ്രധാനമാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ തൊടണമേ. എല്ലാ മക്കളെയും തൊടണമേ. അഭിഷേകം പകരണമേ. ഈശോയെ ബുദ്ധിയുടെ അന്ധകാരം എടുത്തു മാറ്റണമേ. സ്തുതിക്കുന്നു കർത്താവേ. ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ നന്ദി. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു. യേശുവേ നന്ദി. ഈശോ ആഗ്രഹിക്കുന്ന വചനം എന്നെയും നിന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കട്ടെ. ഈശോ ആഗ്രഹിക്കുന്ന വചനം എന്താണോ അതിന്ന് ശ്രവിക്കുവാൻ വേണ്ടി നമുക്ക് ഏറ്റവും ശ്രദ്ധയോടെ ഇന്ന് ഈശോയുടെ സന്നിധിയിൽ പരിശുദ്ധയമ്പലം മധ്യസ്ഥയിലുള്ള ഈ ദേവാലയത്തിൽ ഏറ്റവും പരിശുദ്ധമായ ആലയത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഏറ്റവും ഭക്തിയോടെ ഏറ്റെടുക്കാൻ വേണ്ടി കണ്ണുകളും കാതുകളും തുറന്ന് ജാഗരൂകരായിരിക്കാം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 66 അധ്യായത്തിൻ്റെ ഈ 2-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ്? കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റേതാണ്, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്. ആത്മാവിൽ എളിമയും അനുതാപമുണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഒരു ഹല്ലേലൂയ പറയാമോ? ആത്മാവിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം, അനുതാപത്തോടെ പ്രാർത്ഥിക്കണം. ഈശോയുടെ വചനം കേൾക്കുമ്പോൾ വിറയിൽ അനുഭവപ്പെടണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള വ്യക്തികളെയാണ് ഈശോ കടാക്ഷിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാവിൽ എളിമപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വചനം പരിശുദ്ധാത്മാവ് തരുന്നു. ആ വചനം നമുക്ക് എല്ലാവർക്കും എടുക്കാം. ലൂക്കാ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-19 തിരുവചനം. ലൂക്കാ സുവിശേഷം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-19 തിരുവചനം. ഇങ്ങനെയാണ്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്ര സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം എല്ലാവരും നേറ്റിയെല്ലാം, എല്ലാവർക്കും ഒന്ന് അഭിഷേകത്തോട് നേറ്റിയെല്ലാം. വിശുദ്ധ ലൂക്കാ സുവിശേഷം എല്ലാവരും കിട്ടിയോ? വചനം കിട്ടിയോ? 4-ാം അധ്യായം 18-ാം തിരുവചനം എല്ലാവരും ഏറ്റിയെഴുതിക്കോ. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 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 ഈശോയുടെ കരങ്ങൾ അടിച്ച് മഹത്വപ്പെടുത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 മാധ്യമത്തിൽ പങ്കുവച്ചപ്പോൾ പറഞ്ഞു, പുതിയ നിയമത്തിലെ കുറെ കാര്യം പഴയ നിയമത്തിലുണ്ട്. ഇത് പഴയ നിയമത്തില് ഏത് അധ്യായത്തിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഏത് അധ്യായത്തിലാണ് പഴയ നിയമത്തിൽ ഈ വചനഭാഗം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ, യെശയ്യാ 61-ാം അധ്യായം എടുത്തു. യെശയ്യാ 61-ാം അധ്യായം അതിന്റെ 1-ാം തിരുവചനം വായിച്ചോ. യെശയ്യാ 61-ാം അധ്യായം 1-ാം തിരുവചനം വായിച്ചോ. 1 മുതൽ തിരുവചനമായി. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന്,
അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. മൂന്നാം തിരുവചനം വായിച്ചു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടുവാനും വേണ്ടി അവർക്ക് വെണ്ണീരിന് പകരം പുഷ്പമാലിന്യവും ലാഭത്തിന് പകരം ആനന്ദത്തിന്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടെ നിന്ന് അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ യേശുവേ നന്ദി. യേശുവേ യേശുവേ ആരാധന. വന്നവരാരെങ്കിലും ഉണ്ടോ? കാര്യങ്ങൾ ഉയർത്താവോ? ആമേൻ. ദൈവത്തിന് മഹത്വം. നിങ്ങൾ അധികം പേരും ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഇത് വന്നവര് തന്നെ വരുന്നു. അതൊക്കെ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ കൃപയാണ്. എന്താണ്? ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ കൃപയാണ്. കൃപ നിറയാൻ എന്ത് ചെയ്യണം? കൃപ നിറയാൻ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? പാപത്തിൽ നിന്ന് അകന്നു നിൽക്കണം. ഈശോയുടെ കൃപ നിറയണമെങ്കിൽ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കണം. പാപത്തിൽ നിന്ന് അകന്നു നിൽക്കണമെങ്കിൽ കൃപ നിറയും. കൃപ നിറയണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? വിശ്വാസം വേണം. കൃപ നിറയണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. അതാ എഫോസോസ് 2:8 എടുക്കാം. എഫോസോസ് 2:8 തിരുവചനം എടുക്കാവോ? 2:8 എഫോസോസ് വായിച്ചോ? കിട്ടുന്നതിന് വായിച്ചോ? 2:8 മുതലുള്ള തിരുവചനം വായിക്കാവോ? 2:8 എഫോസോസ് 2:8 മുതൽ. അതിന് കിട്ടിയില്ലേ? പേജ് നമ്പർ വഴി 286. എല്ലാവരും കിട്ടിയില്ലേ? വായിക്കാം. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവൃത്തിയുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ വചനം ചെയ്യാമോ? വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവൃത്തിയുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആരും ഈ കൃപയിൽ ആരും അഹങ്കരിക്കേണ്ടതില്ല. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 10-ാം തിരുവചനം നിൽക്കാവോ? 1 കൊരിന്ത്യർ 15-ാം അധ്യായം 10-ാം തിരുവചനം. വായിച്ചോ? ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അതുകൊണ്ട് ഞാനോ അവരോ ആര് തന്നെയായാലും ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി അവചനിക്കാവോ? ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഹല്ലേലൂയ. പൗലോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറയുകയാണ്, മറ്റെല്ലാവരെക്കാൾ അധികം ഞാൻ അധ്വാനിച്ചാലും അത് ഞാനല്ല, മറിച്ച് ആരാണ്?
എന്നിലുള്ള ദൈവ കൃപയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം എടുക്കാം. 1-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള തിരുവചനം എടുക്കാവോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14 മുതലുള്ള തിരുവചനം വായിക്കാവോ? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യം നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. യോഹന്നാൻ അവൻ സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ട് കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. ഒരു ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കഥ പറയാണ്, കൃപയും സത്യം യേശു ക്രിസ്തു വഴിയാണ് ലഭിച്ചത്. ഹല്ലേലൂയ. അതായത് അതിന്റെ 17-ാം തിരുവചനം പറയുകയാണ്, അവന്റെ പൂർണ്ണതയിൽ നിന്നും നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ആരുടെ പൂർണ്ണതയിൽ നിന്നാണ്? യേശു ക്രിസ്തുവിന്റെ പൂർണ്ണതയിൽ നിന്നാണ്. ഉറക്കം വരുന്നുണ്ടോ? ക്ഷീണമുണ്ടോ? ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റൊന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റേക്കാം. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ അഭിഷേക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 വചനം അയക്കണമേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ അഭിഷേക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന. പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാം കെട്ടിവെക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. നന്ദി ഈശോയെ, നന്ദി, 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 നന്ദി. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ.